ഓണപരീക്ഷയുടെ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ ഇതായിരിക്കും. അതായത് കുറേ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങളും ചിന്തിക്കുന്നതെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതായത്, സാർ ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എക്സാമിൻ്റെ ചാനലിൽ നമ്മുടെ ഓണപരീക്ഷയുടെ സമയമാകുമ്പോൾ 2 ആഴ്ച മുൻപ് ഒരു ഐറ്റം വരുന്നുണ്ടാവുമല്ലോ, ഒരു മാരത്തോൺ സീരീസ്, മിനി മാരത്തോൺ മറ്റേ മാരത്തോൺ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനങ്ങളൊക്കെ വരുമല്ലോ, അത് ഞാൻ കാണും. അപ്പോൾ അതിൽ ഫുൾ ചാപ്റ്റർ പഠിപ്പിക്കുമല്ലോ, അങ്ങനെ പെട്ടെന്ന് പഠിപ്പിക്കുമല്ലോ, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. പിന്നെ എക്സാമിൻ്റെ തലേന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട്, പിന്നെ രാവിലെയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ചേർന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പഠിച്ച് തീർക്കും. പിന്നെ ഞാൻ ഓണപരീക്ഷ മാർക്ക് വാങ്ങും. ഓക്കെ, ഹാപ്പി, എല്ലാവരും ഹാപ്പി, പേരൻസും ഹാപ്പി, ഞാനും ഹാപ്പി, എല്ലാവരും ടീച്ചേഴ്സും ഒക്കെ ഹാപ്പി, സൂപ്പർ. ഇതായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ വർഷത്തിലെ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ. ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കാണാൻ വേണ്ടി മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, ഇത് എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ബ്ലണ്ടർ ആവുന്നത്? 2 കാരണങ്ങളാണ് ഇതിലുള്ളത്. ഫസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം, മക്കളെ, ഇതൊരു റിയലിസ്റ്റിക് ഒരു എക്സ്പെക്റ്റേഷൻ അല്ല. നിങ്ങൾ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് ഫുൾ പഠിച്ചെടുക്കും, എന്നിട്ട് അത് പോയി പരീക്ഷ നല്ല മാർക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കുന്നത് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ അല്ല. ജസ്റ്റ് ബൈ ദ റീസൺ വളരെ കുറച്ച് ദിവസങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് ഫുൾ സിലബസും ആ സമയത്ത് പഠിക്കണം, അല്ലേ ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. സിലബസിൽ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്നില്ലെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കണം എന്ന് മാത്രമല്ല, അത് പരീക്ഷയിൽ നിങ്ങൾ പോയി റീപ്രൊഡ്യൂസ് ചെയ്യണം. ഇതിന് ആദ്യത്തെ ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്യാവശ്യം ഒരു മനസ്സിലാക്കുന്ന, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മാരത്തോണിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നതൊക്കെ മനസ്സിലാക്കി, കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെല്ലാം സെറ്റാക്കും, കുഴപ്പമില്ല, തലയെല്ലാം കയറി, എന്തൊക്കെ കയറി, അറ്റ്ലീസ്റ്റ് ഷോർട്ട് ടേം മെമ്മറിയിലെങ്കിലും കയറി. പക്ഷേ പല കുട്ടികൾക്കും ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട്, നിങ്ങളും ഇങ്ങനെ പഠിച്ചവരാണ് നിങ്ങൾ പറയായിരിക്കും, ഈ പരീക്ഷാ ഹാളിൽ പോയി ഇരുന്നിട്ട് ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ. ഇതിൻ്റെ കാരണവും എന്താ? ഇതിന് കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ ആ 2 ആഴ്ചയെങ്കിലും പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നോ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പരീക്ഷ ചോദ്യം ചെറിയ രീതിയിൽ മാറിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ ചെറിയ രീതിയിൽ ചോദ്യം മാറ്റി, അതിൻ്റെ ലാംഗ്വേജ് മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ സെയിം കോൺസെപ്റ്റിൽ ചെറിയൊരു വേറൊരു ട്വിസ്റ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും നിങ്ങൾ ഫേസ് ചെയ്തിട്ടാണ്, നിങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും മനസ്സിലാക്കട്ടെ ഇതൊക്കെയാണ് ട്രാപ്പുകളെന്ന്. രണ്ടാമത്തെ വേറൊരു റീസൺ കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ്, നിങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തു, നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിലപ്പം ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ള കുട്ടിയായിരിക്കും, നിങ്ങൾക്ക് നല്ല കഴിവുള്ള കുട്ടിയായിരിക്കും പഠനത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ മാർക്ക് വാങ്ങും. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, അതുകൊണ്ട് അതൊരു ബ്ലണ്ടറാണ്. കാരണം എന്താണ്? കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നടന്നിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് പരീക്ഷ മാർക്ക് വാങ്ങിച്ച അടുത്ത ദിവസം, അതായത് ഓണപ്പരീക്ഷ എഴുതിയ അടുത്ത ദിവസം നിങ്ങളിതൊക്കെ മറക്കും. കാരണം അതൊന്നും നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിൽ കയറിയില്ല. നിങ്ങൾ ലോങ് ടേം മെമ്മറി കാരണം ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കണം, റിവൈസ് ചെയ്യണം, അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ആ പഠനം നടക്കുമ്പോഴാണ് ഇത് ലോങ് ടേം മെമ്മറിയിൽ കയറുക. മറ്റേത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറി നിന്നു, ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് പോയി. അപ്പോഴുള്ളൊരു പ്രശ്നം എന്താണ്? ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പബ്ലിക് എക്സാം ആകുമ്പോഴാണ്. കാരണം എൻഡ് ഗോൾ പബ്ലിക് എക്സാമിന് മാർക്ക് വാങ്ങാനല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവും, നിങ്ങൾ ആ ഓണപരീക്ഷ ഭയങ്കര നിങ്ങൾ പഠിച്ചു, നിങ്ങൾ മാർക്കും വാങ്ങിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഈ ഒരു പ്രശ്നവും കുറേ കുട്ടികൾ, വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ വരെ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം അവരുടെ പബ്ലിക് എക്സാം അത് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടികൾക്ക് ഭയങ്കര ഫേക്ക് കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കഥ തന്നെയാട്ടോ, അല്ലാണ്ട് ഈ കുട്ടികൾ എന്ന് പറയാനില്ല, എല്ലാവരുടെയും കഥ തന്നെയാണ്. ഒരു ഫേക്ക് കോൺഫിഡൻസ് കിട്ടും. അതായത് പരീക്ഷയുടെ 2-3 ദിവസം മുമ്പ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് കിട്ടും. അത് ഫേക്ക് കോൺഫിഡൻസ് ആണ്. കാരണം നിങ്ങൾ ഓണം എക്സാമിൽ പഠിക്കുന്ന ഫുൾ സിലബസ് ഒന്നുമല്ല, കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ പബ്ലിക് എക്സാമിന് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫുൾ സിലബസ് പഠിക്കാനുണ്ടാവും. അപ്പോൾ ആ ഫേക്ക് കോൺഫിഡൻസിൽ വീണ്ടും പബ്ലിക് എക്സാമിൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവർക്ക് വരെ ഈ A+ നല്ല മാർക്കും മിസ്സാവാറുണ്ട്, മിസ്സാവുകയും ചെയ്യും അങ്ങോട്ട്. അപ്പോൾ ബ്ലണ്ടർ എന്താണെന്നും ആ ബ്ലണ്ടർ എന്തുകൊണ്ടാണ് അത് ബ്ലണ്ടർ ആകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് സാർ? എക്സാമിനറിൻ്റെ മാരത്തോൺ ക്ലാസ് അപ്പോൾ കാര്യമില്ല എന്നാണോ? ഒരിക്കലുമല്ല. മാരത്തോൺ ക്ലാസ് എക്സ്ട്രീംലി എഫക്റ്റീവ് ആണ്. പക്ഷെ ആർക്ക്? ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ധാരണയുള്ള കുട്ടികൾക്ക്. ഓരോ ചാപ്റ്ററും ഭീകരമായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബേസിക് ആയിട്ട് ആ ചാപ്റ്ററിൽ എന്താണ് അതിലെ കോൺസെപ്റ്റ്സ്, എന്താണ് അതിലെ ടേംസ്, അല്ലെ കുറേ വാക്കുകളില്ല, അതൊക്കെ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയ കുട്ടികൾ
പരീക്ഷയുടെ മുൻപുള്ള ദിവസങ്ങളിൽ ഈ മാരത്തോൺ ലൈവിൽ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു റിവിഷനും കിട്ടും. മാത്രമല്ല കൂടുതൽ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പരീക്ഷയിലേക്ക് എത്താൻ പറ്റും, ആ പരീക്ഷയുടെ ലെവലിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ വേണം നിങ്ങൾ കാണാൻ. അപ്പോൾ ഒരിക്കലും എന്താണ് 0 to എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ മാരത്തോൺ ഉപയോഗിക്കരുത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എക്സാമിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് വേണം നിങ്ങൾ മാരത്തോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സാർ ഈ ബേസിക് എങ്ങനെ നിങ്ങൾ പഠിക്കും. കുറച്ച് സമയം ഇനി ബാക്കിയുള്ളൂ, 10-20 ദിവസങ്ങളെ ഇനി നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. എന്ത് ചെയ്യും സാർ? മക്കളെ, നിങ്ങൾക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾ ലക്ഷ്യ ബാച്ചിൽ അല്ലെങ്കിൽ അഗ്നി ബാച്ചിൽ അല്ലെങ്കിൽ ഉയര ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് ഉപയോഗിച്ച് പഠിക്കാം. പക്ഷേ ഞാൻ ഗസ് ചെയ്യുന്നു നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവില്ല. മാത്രമല്ല അങ്ങനെ ഒന്നും നിങ്ങൾ ഇത് ചെയ്തില്ലേ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോഴുള്ള ഓൾട്ടർനേറ്റീവ് എന്താണ് മക്കളെ? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന കുട്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത പുതിയ സീരീസാണ് നമ്മുടെ ബാക്ക്ലോഗ് സീരീസ്. ബാക്ക്ലോഗ് സീരീസിൽ ഓരോ ചാപ്റ്റർ നമ്മൾ വീണ്ടും എടുത്തു തരും, പക്ഷേ ഷോർട്ടായിട്ട് എടുത്തു തരും. ഓക്കെ, പെട്ടെന്ന് 1 hour ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കണ്ടന്റ് നമ്മൾ തീർക്കും. പിന്നീട് ഒരു 1 hour നിങ്ങൾ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ലെവലിൽ കിട്ടി. ആ ചാപ്റ്ററിന് 80% നിങ്ങൾക്ക് എന്താണ് ആ ലെവലിലേക്ക് കിട്ടി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്ത് 20% കൂടി ബ്രിഡ്ജ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓണപരീക്ഷ സൂപ്പർ മാർക്ക് കിട്ടും. മാത്രമല്ല ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവും, ആ നോളജ് കൊണ്ട് ഗുണമുണ്ടാവും. കാരണം നിങ്ങൾ നേരത്തെ പഠിക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി തലേ ദിവസം പഠിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ 2-3 വട്ടം നിങ്ങൾ പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ബാക്ക്ലോഗ് സീരീസിൽ നമ്മൾ വീണ്ടും ഫുൾ ചാപ്റ്റേഴ്സ് എടുത്തിരുന്നുണ്ട്. ഈ ബാക്ക്ലോഗ് സീരീസിനുണ്ട് സ്പെഷ്യൽ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. ഓരോ ക്ലാസ്സിലും 500ഓളം കുട്ടികളെ വന്ന് അറ്റൻഡ് ചെയ്യുന്നത്. അവരെല്ലാവരും ഇതിന് നല്ല ഫീഡ്ബാക്കാണ് പറയുന്നത്. അത് ക്ലാസ് നല്ലതായതുകൊണ്ട് മാത്രമല്ല, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം. അതുവരെ അവർ പഠിച്ചോ എനിക്ക് വിചാരിച്ചെന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് എന്നെ കൊണ്ട് പറ്റും, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് നല്ല ഫീഡ്ബാക്ക് വരുന്നത്. സോ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഇത് ഫ്രീ ആണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല, ഓണം പരീക്ഷ ഇനി ക്രിസ്മസ് പരീക്ഷ പബ്ലിക് എക്സാമിനൊക്കെ ഇനി സമയമുണ്ട്. അപ്പോൾ ബാച്ചിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇനിയുള്ള കണ്ടന്റ് മൊത്തം കിട്ടും. അങ്ങോട്ടുള്ള കാര്യങ്ങളും ഇനിയും കുറേ ബാക്ക്ലോഗ് സീരീസും പല കാര്യങ്ങളുണ്ടാവും. അതുകൂടാതെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. പിന്നെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ബുക്സ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം ഈ ബാക്ക്ലോഗ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇനി ഇതല്ലാതെ വേറെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ റെക്കമെൻഡേഷൻസ് ഒന്നുമില്ല. പക്ഷേ ബ്ലണ്ടർ ഉണ്ടാക്കാതിരിക്കണം. അപ്പോൾ ബ്ലണ്ടർ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സാറേ ഞാൻ ബ്ലണ്ടർ ഉണ്ടാക്കില്ല, ഞാൻ മണ്ടത്തരം കാണിക്കില്ല, ഞാൻ മണ്ടനാവില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഇത് വീഡിയോ ഉണ്ടാക്കാൻ കാരണം വെറുതെ എനിക്ക് രസത്തിന് ഉണ്ടാക്കുന്നതല്ല. പല കുട്ടികളും നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ വരെ ഈ ബ്ലണ്ടർ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം അവരുടെ നല്ല മാർക്ക് മിസ് ചെയ്തവരെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കരുന്നത്. നിങ്ങളും അങ്ങനത്തെ മണ്ടത്തരം കാണിക്കരുതെന്നുള്ള ആഗ്രഹം വളരെ അധികം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാനും ഈ ബ്ലണ്ടർ ഉണ്ടാക്കില്ല സാർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീണ്ടും ടേക്ക് കെയർ, ബൈ ബൈ.